കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത്. മരിച്ചവനല്ല, ഉയർത്തവനാണ് നമ്മുടെ ദൈവമെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാനുള്ള ഒരു തിരുനാളാണിത്. അതുകൊണ്ട് തന്നെ ആ കല്ലറയ്ക്കൊരു പ്രത്യേകത, മരിച്ചവനെ തേടിയല്ല ആ കല്ലറയിൽ നിന്നും മനുഷ്യർ ചെല്ലുന്നത്. മരിച്ചവൻ അവിടെ ഇല്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ ചെല്ലുന്ന കല്ലറയാണത്. മരിച്ചവനെ കാണാനായിട്ട് അവിടെ ചെന്നാൽ ആർക്കും ഒന്നും പിടികിട്ടില്ല. കാര്യം അയാൾ അവിടെ ഇല്ലല്ലോ. എല്ലാ കല്ലറയ്ക്കുമുള്ള പ്രത്യേകത ഇതാണ്, അവിടെ മരിച്ചവരുണ്ട്. അവരുടെ പേരും നാളും, അവരുടെ പേരും ഇടവും ജനിച്ച ദിവസവും മരിച്ച ദിവസവും ഒക്കെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അടക്കിയാൽ ഇവിടെയുണ്ട് എന്ന് ഭൂമിയിലെ എല്ലാ കല്ലറയും ഓർമ്മിപ്പിക്കുമ്പോൾ ഭൂമിയിലെ ഒരു കല്ലറയിൽ മാത്രം ഒരാൾ കാവലിരുന്നു. അത് സ്വർഗത്തിലെ മാലാഖയാണ്. എന്നിട്ട് വരുന്നവരോടും പോകുന്നവരോടൊക്കെ പറഞ്ഞു, ഇയാൾ ഇവിടെ ഇല്ല. അങ്ങനെ ശൂന്യമായൊരു കല്ലറയ്ക്ക് മുമ്പിൽ കാവലിരുന്ന് ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിൻ്റെ ഓർമ്മയുടെ തിരുനാളാണെന്ന്. ഒരു കല്ലറ ശൂന്യമായതിൻ്റെയും മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതിൻ്റെയും ഒരു ഓർമ്മയിലാണ് ഈ സ്വർഗാരോഹണം നമ്മൾ ഓർക്കുന്നത്. ഈ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് ക്രിസ്തു ഈ ഭൂമിയോട് ആവശ്യപ്പെട്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. കാര്യം ഇതാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എന്നെക്കുറിച്ച് നിങ്ങൾ പറയണം. ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ നല്ല വാക്ക് സുവിശേഷം, അത് ക്രിസ്തുവാണല്ലോ. ഈ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയണം. അതാണ് ദൗത്യം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം 2 മന്ത്രിമാരാണ് കേരളത്തിനും തമിഴ്നാട്ടിനും ഏറെ ശ്രദ്ധേയമായി മാറിയത്. ഒന്ന്, തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ജോസഫ് വിജയ്. 2, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിയുക്ത മന്ത്രി വി ഡി സതീശൻ. ഈ 2 പേരുടെയും ഒരു പ്രത്യേകതയുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മിക്സഡ് മാരേജാണ്. ഒരാൾ കത്തോലിക്കനാണ്, മറ്റേയാൾ ഹിന്ദുവാണ്. അങ്ങനെയുള്ള മാതാപിതാക്കൾ ജനിച്ച് ക്രൈസ്തവ വിശ്വാസം ജീവിച്ചു കൊണ്ടിരുന്ന ഒരു കുട്ടി, വിശുദ്ധ കുർബാനയൊക്കെ നാവിൽ സ്വീകരിച്ചിരുന്ന ഒരു കുട്ടിയാണ്. മാതാപിതാക്കളുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലായിരിക്കണം, പക്ഷെ പിന്നീട് അത്രത്തോളം പ്രാക്ടീസ്ഡ് ഫെയ്ത്ത് അല്ല. അതുകൊണ്ട് തന്നെ പിന്നീട് വിജയ് എന്നൊരു പേരിൽ മാത്രമാണ് അയാൾ ഈ ലോകത്തിൽ അറിയപ്പെട്ടത്. നല്ലൊരു നടനായി കാണികളുടെ മുമ്പിൽ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹം വിജയ് എന്ന പേരിൽ മാത്രമാണ് അറിയപ്പെട്ടത്. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു വിവാദമുണ്ടായി. ആ വിവാദത്തിൽ ജോസഫ് വിജയ് എന്നൊരു പേര് അയാൾക്കുണ്ട് എന്ന് എല്ലാവരും ഹൈലൈറ്റ് ചെയ്തു. അന്നൊരു പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ വിജയ് അല്ല, ജോസഫ് വിജയ് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. ഇപ്പോൾ സത്യപ്രതിജ്ഞ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. അന്ന് അയാൾ എല്ലാവരുടെ മുമ്പിലും ഉറക്കെ വിളിച്ച് പറഞ്ഞതാണ്, ജോസഫ് വിജയ് ആയ ഞാൻ. എനിക്ക് തോന്നുന്നു ഒത്തിരി സമ്പാദിച്ചു കൊണ്ടിരുന്ന ഒരു അഭിനയത്തിൻ്റെ കലയിൽ നിന്ന് പൊതുപ്രവർത്തനത്തിലേക്ക് മനുഷ്യരുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അയാൾക്ക് ആ പേര് കൂടി വേണമെന്ന് തോന്നിക്കാണും. അങ്ങനെ അല്ലാതിരിക്കാൻ വഴിയില്ലല്ലോ. കാരണം ഇത്രത്തോളം കാലം വിജയ് എന്ന് മാത്രം അറിയപ്പെട്ടിരുന്നൊരു മനുഷ്യൻ പിന്നീട് ജോസഫ് വിജയ് എന്ന പേര് എല്ലായിടത്തും അറിയപ്പെടാൻ ആഗ്രഹിച്ചു. അതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇടയ്ക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടു. DC ബുക്സാണ് അത് പബ്ലിഷ് ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ പേരിതാണ്, ആദം നീ എവിടെയാകുന്നു. നമുക്ക് വളരെ സുപരിചിതമാണ് ആ വാക്ക്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദത്തോട് ചോദിച്ച ചോദ്യമാണല്ലോ അത്. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചിട്ടേ കിടന്നുറങ്ങത്തുള്ളൂ. ഇതൊരു പ്രൊക്ലമേഷനാണ്. ഒരു നാടിനെ നയിക്കാൻ വേണ്ടിയുള്ളവർ പേരുകൊണ്ടും ജീവിതം കൊണ്ടും അവർ സുവിശേഷം വളരെ മനോഹരമായി പ്രഘോഷിക്കുന്നുണ്ട്. ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ ഇതത്ര ചെറിയ കാര്യമല്ല. അവർക്ക് എന്തൊക്കെയോ ഈ ഭൂമിയോട് പറയാനുണ്ട്. അവരുടെ നേതൃത്വത്തിന് അവരുടെ പേരിലും അവരുടെ പുസ്തകത്തിലൂടെയൊക്കെ അവരുടെ വാക്കുകളിലൊക്കെ അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അവരെ സ്വാധീനിച്ചൊരു ക്രിസ്തുവിനെക്കുറിച്ച് ഉറച്ച ബോധ്യത്തോടുകൂടി അവർക്ക് എന്തൊക്കെയോ ഈ ഭൂമിയോട് കാണിച്ചു കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്, ഒരുപക്ഷെ ഈ 2 വ്യക്തികളെ എടുത്തു നോക്കുമ്പോൾ ഇവർ നമ്മളെപ്പോലെ പാരമ്പര്യ ക്രിസ്ത്യാനികളൊന്നും അല്ല. അല്ലെങ്കിൽ അത്രത്തോളം പള്ളിയിൽ പോയ കഥയോ പള്ളിയുമായി ബന്ധപ്പെട്ട കഥയൊന്നും ഇവർക്ക് പറയാനില്ല. പക്ഷേ ഇവർ വളരെ മനോഹരമായിട്ട് ജീവിതത്തിലൊരു ഉന്നത നിലയിലെത്തുമ്പോൾ ഒരു ക്രൈസ്തവ ബോധ്യം, ഒരു ക്രിസ്തു ബോധ്യം നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ എത്തിച്ച ഒരു ക്രിസ്തുവിനെ ഓർക്കുക, ഈ ക്രിസ്തുവിൻ്റെ ബോധ്യങ്ങൾ എന്നെ വഴി നടത്തിയിട്ടുണ്ടെന്നൊക്കെ മറ്റുള്ളവരിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതാണ് ക്രിസ്തു പറഞ്ഞത്,
നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പറ. പറയാൻ മറന്നുപോകുന്ന വാക്കുകൾക്കിടയിൽ വരണ്ട് വേദനിക്കുന്നത് ക്രിസ്തുവല്ലേ. നമ്മളിപ്പോൾ നല്ല നിലയിലാണ്, അങ്ങനെയൊന്നും മോശപ്പെട്ടവരല്ല നമ്മൾ. എന്നാൽ എനിക്ക് കുഞ്ഞുനാൾ കിട്ടിയ മതബോധനമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചതെന്നും എനിക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളും അറിവുകളും ധൈര്യമാണ് ഇന്ന് ഉന്നതങ്ങളിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നതൊക്കെ പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്. വളരെ ബോധപൂർവം ക്രിസ്തുവിനെ മാറ്റി നിർത്തുന്ന മനുഷ്യരുടെ ചില മനുഷ്യർ ഉദാഹരണമായി മാറുന്നുണ്ട്. അവർ വളരെ മനോഹരമായി സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.